ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 125ാമത് എപ്പിസോഡാണ് ഇവിടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ കൂട്ടു സഹോദരൻ്റെ നിര്യാണ നിമിത്തം ഈ പ്രോഗ്രാം നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുക്കപ്പെട്ട് വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് സുപ്രസിദ്ധ ഗായകരായ ആശിഷ് രാജൻ അടൂർ, ആൻസി രാജൻ അടൂർ എന്നീ പ്രിയപ്പെട്ടവരാണ്. മുമ്പും പല പ്രാവശ്യം ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ദൈവനാമത്തിനായി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അവരുടെ സേവനവും ശുശ്രൂഷയും ഈ പ്രവർത്തനത്തിന് അനുഗ്രഹം തന്നെയാണ്. ഇന്ന് മനോഹരമായ ഗാനങ്ങൾ പ്രിയപ്പെട്ടവരെ കേൾക്കുവാൻ കഴിയുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ രണ്ടുപേരെയും ഈ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. അവർ രണ്ടുപേരും സഹോദരങ്ങളാണ് എന്ന കാര്യം കൂടെ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് പ്രശസ്ത കീബോർഡിസ്റ്റായ ബെനറ്റ് ജോൺ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവനും ഇവിടെ മുമ്പും കടന്നു വന്ന് ഈ ശുശ്രൂഷ ചെയ്യും, ഒപ്പം ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ പ്രിയ ദേവദാസിനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കത്തക്കോണം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും ഇവിടെ ഈ ശുശ്രൂഷയിൽ കീബോർഡ് വായിക്കുന്ന സുജിത് സുനിൽ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആൻസി രാജൻ്റെയും ആശിഷ് രാജൻ്റെയും പിതാവ് രാജൻ പാസ്റ്ററും കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഇവിടെ നടക്കപ്പെടുന്ന ഈ മ്യൂസിക് നൈറ്റും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയും ഈ രാത്രിയിലും വളരെ ചന്തമായി അനുഗ്രഹീതമായ നിലയിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രോഗ്രാമിനെ ഈ രാത്രി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഗാനങ്ങൾ പാടുന്ന പ്രിയ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്ന പ്രിയ സഹോദരനായ സ്തോത്രം. ദൈവവചനം ശുശ്രൂഷിക്കുന്ന അവിടുത്തെ ദാസനെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശബ്ദബീജികളിലൂടെ അങ്ങയുടെ സാന്നിധ്യം കേൾക്കുന്നവർ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമേ. അങ്ങയുടെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ആദ്യ അവസാനം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗാനങ്ങൾ എല്ലാ ആളുകൾക്കും സന്തോഷപ്രദമായ കാര്യമാണ്. അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനായി സഹായിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ഇന്ന് ഗാനങ്ങളിലൂടെ നാം ഈ ശബ്ദം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് പാടുവാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു നല്ലവനാണ്, യേശുക്രിസ്തു വലിയവനാണ്, യേശുക്രിസ്തു സ്നേഹിക്കുന്നവനാണ്. ഭാരങ്ങൾ ഏറി വരുന്ന ഒരു മനസ്സിനെ അവൻ ആശ്വാസം നൽകുവാനും അവനെ താങ്ങുവാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ജീവിതത്തിലെ ശോധനകളുടെ മധ്യത്തിൽ തളർന്നു പോകുമ്പോൾ അരിയിലൊരു കൂട്ടുകാരനെ പോലെ നിന്ന് ആശ്വസിപ്പിക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. വഴിയാത്രയിൽ വീണുപോകുന്ന സന്ദർഭങ്ങളിൽ കരം പിടിച്ച് ഉയർത്തി വഴി നടത്തുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവിനെ കീർത്തിക്കുന്നതായ ഒരു മനോഹരമായ ഗാനം സഹോദരൻ ആശിഷ് രാജൻ ഇവിടെ ആലപിക്കുന്നു. യഹോവേ നീ എത്ര നല്ലവൻ എന്നാരംഭിക്കുന്ന ഗാനം നമുക്ക് കേൾക്കാം.
വലിയവൻ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. എൻ ഭാരം ഏറുമ്പോൾ നീ ഭാരം താങ്ങുവാൻ എൻ ചാരേ വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. എൻ ഭാരം ഏറുമ്പോൾ നീ ഭാരം താങ്ങുവാൻ എൻ ചാരേ വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. ശോധനകൾ വന്നെൻ്റെ ജീവിതത്തിൽ ഏറുമ്പോൾ നല്ല സഖിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. ശോധനകൾ വന്നെൻ്റെ ജീവിതത്തിൽ ഏറുമ്പോൾ നല്ല സഖിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. യഹോവേ നീ എത്ര നല്ലവൻ. യഹോവേ നീ എത്ര വലിയവൻ. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച്
അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മൺമയമായ അവസ്ഥയാണ്. മണ്ണായിരിക്കുന്ന മനുഷ്യനെ ദൈവം അഴകുള്ളവനാക്കി തീർത്തിരിക്കുകയാണ്. എന്നാൽ ഈ ശരീരം ഒരിക്കൽ മണ്ണിനോട് ചേർന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ മാറിപ്പോകുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അഹങ്കാരവും അതുപോലെ തന്നെ സ്വയപ്രശംസയും ദൈവാശ്രയമില്ലാതെ ഉള്ള ജീവിതവും നയിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നും, അതിനേക്കാൾ അപ്പുറമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, ദൈവ ഭയത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്ന ഒരുവിനെ സംബന്ധിച്ച് അവന് ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കാൻ കഴിയും. ലോക സുഖങ്ങൾ തേടി ഈ ലോകത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്ന ആളുകൾ സമാധാനമില്ലാതെ ആനന്ദമില്ലാതെ വലയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ മനസ്സിലാക്കുന്നു, എൻ്റെ ശരീരം മണ്ണാകുന്നു, അത് മണ്ണിലേക്ക് തിരികെ ചേരും. എൻ്റെ പ്രാണൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. എന്നാൽ അതിനേക്കുപരിയായി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എൻ്റെ ജീവകാലം സന്തോഷപ്രദമായി ഞാൻ കഴിക്കും എന്ന വിശ്വാസത്തിൽ പോകുന്ന ഭക്തനെ സംബന്ധിച്ച് അവൻ ഏത് പ്രശ്നങ്ങളും സാരമില്ല എന്ന് തന്നെ സന്തോഷമായി മുന്നോട്ട് പോകാൻ കഴിയും. ഈ ആശയങ്ങൾ വരുന്ന ഒരു മനോഹരമായ ഗാനം, ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ എന്ന് ആരംഭിക്കുന്ന ഗാനം സഹോദരി ആൻസി രാജൻ ഇവിടെ ആലപിക്കുന്നു. നമുക്ക് കേൾക്കാം.
നമ്മുടെ കർത്താവ് ഒരു ഉപമ ഇങ്ങനെ പറയുകയുണ്ടായി. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. അതിൽ ഒന്നിനെ വൈകുന്നേരം കാണാതെ പോയി. താൻ ബാക്കിയുള്ള 99 വിട്ടിട്ട് ആ ഒരു ആടിനെ തേടി താൻ പകൽ എവിടെയൊക്കെ പോയോ അവിടെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അതിനെ അന്വേഷിച്ചു. ഏറ്റവും അവസാനം അതിനെ കണ്ടുമുട്ടി അതിനെ തോളിലേറ്റിക്കൊണ്ട് മടങ്ങി വന്നതായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഇടയൻ്റെ ലക്ഷണമാണ് അത്. ആടുകൾക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി രാത്രിയുടെ ഘോര വനാന്തരങ്ങളിൽ അവൻ അലഞ്ഞ് തിരഞ്ഞ് നടക്കുന്നു. ഒടുവിൽ താൻ സ്നേഹിക്കുന്ന തൻ്റെ ആടിനെ കണ്ടെത്തുന്നു. നാം അവൻ്റെ ആടുകളാണ്. നാം ദൂരെ പോയപ്പോൾ നമ്മെ തേടി കർത്താവായ ഇടയൻ വരികയുണ്ടായി. പാപത്തിൻ്റെ മുറിവുകൾ പേറിക്കൊണ്ട് നാം അലഞ്ഞു തിരിഞ്ഞപ്പോൾ അവൻ നമ്മെ ചേർത്ത് പിടിച്ച് പാപപരിഹാരം നൽകി നമ്മെ അവൻ്റെ അടുത്തേക്ക് മടക്കി കൊണ്ടുവന്നു. അതിനവൻ ചെയ്തത് മറ്റൊന്നുമല്ല, തൻ്റെ ജീവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താണ് അവൻ അത് ചെയ്തത്. നമ്മുടെ ജീവിതയാത്രയിൽ ശത്രു നമ്മെ തകർത്ത് കളയുവാനായി എത്തുമ്പോൾ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തി നമ്മെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജീവനെ വെടിഞ്ഞ് തൻ്റെ ആടുകളായ നമ്മെ രക്ഷിപ്പാനായി കാൽവരിയിൽ മരിക്കുകയുണ്ടായി. ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുന്ന ഒരു മനോഹരമായ ഗാനം, ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം എന്ന് ആരംഭിക്കുന്ന ഗാനം സഹോദരൻ ആശിഷ് രാജൻ ആലപിക്കുന്നു. ജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നു നിന്നിടയൻ. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്കും നിന്നിടയൻ. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം.
പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ കൂട്ടം മറന്നെത്തും ഞാൻ നിന്റെ ചാരെ സ്നേഹം പകർന്നു എൻ സൗഖ്യം തരാൻ മാറി ചേർന്നെന്നെ സ്വന്തമാക്കാൻ ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാറായി നീ മാറണം. നമ്മുടെ കർത്താവ് പറഞ്ഞ മറ്റൊരു ഉപമയുണ്ട്. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ തൻ്റെ പിതാവെങ്കിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടതായ സ്വത്ത് എല്ലാം പിതാവിനോട് വാങ്ങി ദൂരദേശത്തേക്ക് യാത്രയായി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരും അവൻ്റെ സഹ ശുശ്രൂഷകരും എല്ലാം തന്നെ തന്നിൽ നിന്ന് നന്മകൾ പ്രാപിച്ച എല്ലാവരും തന്നെ വിട്ട് പോവുകയുണ്ടായി. ഒടുവിൽ താൻ തനിച്ചായി. തൻ്റെ സമ്പത്തൊക്കെ നഷ്ടമായി. തനിക്കാരുമില്ലാത്ത സാഹചര്യത്തിലെത്തി. പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ചു. ഒന്നും കിട്ടാതെ വന്നു. പന്നിയെ തീറ്റുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. ഒടുവിൽ അവൻ മനസാന്തരമുണ്ടായി മടങ്ങി വന്നപ്പോൾ അവനെ ആ പിതാവ് 2 കരവും ചേർത്ത് സ്വീകരിച്ച് അവന് വേണ്ടതെല്ലാം നൽകി. അവനെ മകന് കൊടുക്കേണ്ട വാത്സല്യം നൽകി അവനെ മടക്കി സ്വീകരിക്കുന്ന ഒരു സ്നേഹവാനായ പിതാവിനെ നാം കാണുന്നുണ്ട്. എത്ര നല്ല പിതാവാണ്! ഇത് വലിയൊരു കാര്യം വെളിപ്പെടുത്തുന്നു. നമ്മുടെ ദൈവം സ്നേഹവാനായ പിതാവാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് നാം വായിക്കുന്നു. നാം എത്ര ദൂരേക്ക് പോയാലും മടങ്ങി വരുന്ന ഒരു പാപിയെ ചൊല്ലി സന്തോഷിക്കുന്ന, അവനെ മടക്കി സ്വീകരിക്കുന്ന, അവന് സന്തോഷവും സമാധാനവും നൽകി അവനെ മകനാക്കി സ്വീകരിച്ച് അവന് വേണ്ടതെല്ലാം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ പ്രതികൃതിക്കുന്ന ഒരു മനോഹരമായ ഒരു ഹിന്ദി ഗാനം സഹോദരി ആൻസി രാജൻ ആലപിക്കുന്നു. ഹേ മേരെ ബേട്ടെ എന്ന് ആരംഭിക്കുന്ന ഗാനം ഇപ്പോൾ നമുക്ക് കേൾക്കാവുന്നതാണ്.
मुझसे दूर क्यों रहता है? तेरे लिए मैंने जान दिया, लहू बहा दिया। तुझको जीवन मिले, तुझको जीवन मिले। मेरे बेटे दूर 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 ना जा, लौट के तू आ, लौट के तू आ। मुझसे न दूर जाते हो, कि पास आते नहीं। मुझसे न दूर जाते हो, कि पास आते नहीं। मेरे पास आ, मुझसे न दूर जा। मैं प्यार करता तुझे, मैं प्यार करता तुझे। मेरे बेटे दूर 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 ना जा, लौट के तू आ, लौट के तू आ। मेरे बेटे നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യപുത്രനായി അവൻ അവതരിച്ച് മനുഷ്യന് ദൈവീയ ദർശനം നൽകുകയായിരുന്നു ചെയ്തത്. അവൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ മാറ്റത്തക്കോണം അവൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് അവൻ വാസം ചെയ്യുകയായിരുന്നു ചെയ്തത്. അവൻ്റെ നിരാശകളെ മാറ്റുവാനായി അവൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് അവൻ ആശകളും ധൈര്യവും പകരുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. ആ യേശുക്രിസ്തുവിനെ കാണുക എന്നുള്ളത്, അവനെ ദർശിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ആനന്ദ സ്വരൂപനും ആത്മസ്വരൂപനും ആശ്വാസദായകനും ആയ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അഴലുകളും മാറിപ്പോകും, നമ്മുടെ എല്ലാ വേദനകളും മാറിപ്പോകും. നമുക്ക് ഹൃദയത്തിന് ആശ്വാസവും ആനന്ദവും ലഭിച്ച് ആ ദൈവത്തെ സേവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ദൈവിക ദർശനമുള്ളവരായി നമുക്ക് തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനോഹര ഗാനം ആത്മസ്വരൂപ ആനന്ദരൂപ
ആശ്വാസമേകാൻ നീ വരിക എന്നാരംഭിക്കുന്ന ഗാനം ആശിഷ് രാജൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ആനന്ദരൂപ ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളിൽ അകതാരു ശുദ്ധമായി തീർത്തിടണേ. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളിൽ അകതാരു ശുദ്ധമായി തീർത്തിടണേ. അനുപമ സ്നേഹത്തിൻ നീരടി പാടുവാനവികലനാഥ വരമരുൾക. നാഥ വരമരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആനന്ദ
ആകാശവീതികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുക. ആകാശവീതികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ഒരിക്കൽ യോഹന്നാൻ പത്മോസിലേക്ക് കടത്തപ്പെട്ടു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊന്നുകൊണ്ടിരുന്ന ഒരു കാലം. അവൻ ഏകനായി പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്നു. സഹായത്തിനായി ആരുമില്ലാതിരുന്ന സന്ദർഭം, കൂട്ടാളികളായി ആരും ഇല്ലാതിരുന്ന സന്ദർഭം, ആഹാരമോ നല്ല ജലമോ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം. അങ്ങനെ താൻ ഭാരപ്പെട്ട് കഴിയുമ്പോൾ കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി എന്ന് നാം വായിക്കുന്നു. ഏകാന്തതയും ഭാരവും ആശ്രയമില്ലായ്മയും ആരോരുമില്ലായ്മയും ഉള്ള അവസ്ഥയിൽ താൻ ആയിരിക്കുമ്പോൾ താൻ ആത്മവിവശതയിൽ സ്വർഗത്തിലേക്ക് നോക്കി. അങ്ങനെ താൻ ഇരിക്കുമ്പോൾ തൻ്റെ അടുത്ത് ഒരു ശബ്ദം താൻ കേട്ടു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു: ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനും എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതുമാണ് എന്ന് പറഞ്ഞ് കർത്താവ് യേശുക്രിസ്തു അവന് മുമ്പാകെ വെളിപ്പെടുന്നു. ആ സാന്നിധ്യം, സാമീപ്യം അവൻ അറിഞ്ഞു. കർത്താവിനെ അവൻ കണ്ടു. അവൻ്റെ വേദനകൾ എല്ലാം മാറി. ആ സാമീപ്യത്തിൽ അവൻ്റെ ദുഃഖങ്ങൾ മാറി, ഏകാന്തത മാറി. അവൻ ശക്തനായി തീർന്നു. അവൻ മനസ്സിലാക്കി, ഞാൻ ഇവിടെ ഏകനാണെങ്കിലും സർവത്തിൻ്റെയും നാഥനായ, സകലത്തിൻ്റെയും ഉടയവനായ കർത്താവ് എൻ്റെ അരികിലുണ്ടെങ്കിൽ എനിക്ക് ഭാരമില്ല എന്നറിഞ്ഞ് താൻ ആ സാന്നിധ്യം, സാമീപ്യം നന്നായി മനസ്സിലാക്കി. ദൈവജനത്തിൽ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ ഈ കർത്താവിൻ്റെ സാമീപ്യ ലഹരിയിലാണ് താനത് എഴുതിയത്. കർത്താവിനെ കണ്ടുകൊണ്ടാണ് തന്നെ എഴുതിയത്. കർത്താവ് പറഞ്ഞതാണ് തന്നെ എഴുതിയത്. എത്രയോ നല്ലതാണ് ഈ ലോകത്തിലെ ദുഃഖങ്ങളുടെയും വേദനകളുടെയും നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യം, സാമീപ്യം ഉണ്ടെങ്കിൽ മറ്റെല്ലാം നമുക്ക് സാരമില്ല എന്നെണ്ണാൻ കഴിയും. ഈ ആശയം വരുന്നതായ മനോഹരമായ ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. സർവേശ്വര നിൻ സാമീപ്യ ലഹരിയിൽ എന്നാരംഭിക്കുന്ന ഗാനം ആൻസി രാജൻ ആലപിക്കുന്നു. Thank you.
യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു എന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വലിപ്പവും മഹത്വവും ആർക്ക് വർണ്ണിക്കുവാൻ കഴിയും? സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ അത്ര അജാനുബാഹുവായ ഒരു ആളാണ് എന്നർത്ഥമല്ല അതിന് കാണുന്നത്. പ്രത്യേകത, സ്വർഗത്തിനും ഭൂമിക്കും ഉപരിയായി അവൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. സ്വർഗത്തേക്കാൾ വലിയവനായ ദൈവം, ഭൂമിയേക്കാൾ ഉന്നതനായിരിക്കും ദൈവം, സകലത്തിനും മേലായ ദൈവം അവനെ ഒരു സ്ഥലത്ത് ഒതുക്കുവാൻ കഴിയുന്നതല്ല. അവനെ ഒരു കേന്ദ്രത്തിൽ മാത്രം അന്വേഷിച്ചാൽ കണ്ടെത്തുകയില്ല. അത്ര അവൻ വലിയവനാണ്, ഉന്നതനാണ് എന്ന് കാണുന്നു. എന്നാൽ ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ അവൻ മതിയായവനാണ്. എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ വാസം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ്റെ വലിപ്പവും അവൻ്റെ മഹത്വവും ആർക്കും വർണ്ണിക്കുവാൻ കഴിയാത്തതിനപ്പുറമായതാണെങ്കിലും നമ്മുടെ ഉള്ളത്തിൽ വസിക്കുവാൻ കഴിയുന്ന നമ്മുടെ ദൈവം, ആ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അവന് വേണ്ടി നമ്മെ തന്നെ അവൻ്റെ ആലയങ്ങളായി പണിയേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയുണ്ടായി: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവം വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ഒരു ആലയത്തിൽ മാത്രം വസിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അതിനുപരിയായി നമ്മുടെ ഹൃദയമാകുന്ന ദൈവാലയത്തിൽ, നമ്മുടെ ഉള്ളത്തിൽ അവൻ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വലിയവനായ ദൈവം, ഉന്നതനായ ദൈവം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എത്ര നല്ലവനാണ്. നമ്മെ ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന് സ്നേഹിച്ച് നമ്മുടെ ഉള്ളത്തിൽ അവൻ വാസം ചെയ്ത് എൻ്റെയും നിങ്ങളെയും അവൻ പരിപാലിക്കുവാൻ ശക്തനായ ദൈവമാണെങ്കിൽ ആ ദൈവം എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ആ ദൈവ സാന്നിധ്യം ഇല്ലാത്തവരായി ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ആ ദൈവം നിങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം എൻ്റെ സിംഹാസനം എന്ന ആശയം വരുന്നതായ സ്വർഗം എനിക്ക് സിംഹാസനം എന്ന ഗാനം ആശിഷ് രാജൻ ആലപിക്കുന്നു. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. കിട്ടും ആരെയും ഏതു
സ്വർഗവിധമോ മാനവനോ നിങ്ങളെനിക്കായി കെട്ടുന്നാരെയും ഏതുവിധമോ മാനവനോ സ്വർഗമെനിക്കു സിംഹാസനം ഭൂതലം എൻ്റെ പാദപീഠം എനിക്കുള്ളതല്ലോ കല്ലും മരവും സൃഷ്ടിയല്ലോ പൊന്നും വെള്ളിയും എനിക്കുള്ളതല്ലോ കല്ലും മരവും സൃഷ്ടിയല്ലോ നിൻ മഹാദേവം ഇവകൾ സ്വർഗമേ
കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരങ്ങളായ ഗാനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്നത്തെ ഗാനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. എല്ലാ ഗാനങ്ങളിലും ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവ സാമീപ്യത്തെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും ഒക്കെ വർണ്ണിക്കുന്ന ഗാനങ്ങളായിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ഒരു മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അപ്പുറമായ ഒരു മഹാകാര്യം തന്നെയാണ്. അതുകൊണ്ട് ആശയം വരുന്നതായ ഒരു ലഘു സന്ദേശം കൂടെ ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും. 4-ാം വാക്യം: കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിക്കുന്നത്: കൃപയും സമാധാനവും. എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ ചോദിച്ചാൽ, ഒരു വേദപഠിതാവിനോട് ചോദിച്ചാൽ പറയും, അനർഹമായ സ്ഥാനത്ത് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് വേണമെങ്കിൽ പറയും. അതൊരർത്ഥത്തിൽ ശരിയായ കാര്യമാണ്. നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ ദൈവം നമ്മോട് കാണിച്ച മഹാകരുണയാണ് കൃപ എന്ന് പറയുന്നത്. ദൈവം നമ്മോട് കാണിച്ച മഹാദയയാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വാക്കിൽ നമുക്ക് വിശദീകരിക്കുവാൻ കഴിയുന്നതല്ല. കൃപ എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും, അതായത് ദൈവത്തിങ്കിൽ നിന്നും ലഭിക്കുന്ന ഒരു മഹാകാര്യമാണ് കൃപ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ പഴയ നിയമത്തിലെ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. അവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ദൈവം ഒരു സമാഗമന കൂടാരം നിർമ്മിക്കുവാനായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമാഗമന കൂടാരം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പണികളെ സംബന്ധിച്ചും അളവുകളെ സംബന്ധിച്ചും വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിന് ഏറ്റവും ഒടുവിലായിട്ട് ദൈവം മോശയോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ പണിയുന്ന ഈ സമാഗമന കൂടാരത്തിൽ, ആലയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധമായ സ്ഥലത്തിനപ്പുറമായി അതിപരിശുദ്ധമായ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ പണിയണം. അവിടെ ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടകം, നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരിക്കണം. ആ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിൽ കെരൂബുകളുടെ നടുവിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ കൃപാസനമായി നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേൽ ജനത്തിന് അവർക്ക് ആരാധനയ്ക്കായി ആലയത്തിലേക്ക് വരുമ്പോൾ, കൂടാരത്തിലേക്ക് വരുമ്പോൾ, ദൈവ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായി പറഞ്ഞിരിക്കുന്നത് നിയമപ്പെട്ടകത്തിന് മുകളിലായി കൃപാസനത്തിൽ അധിവസിക്കുന്ന ദൈവം മുഖാമുഖം നിൽക്കുന്ന കെരൂബുകളുടെ നടുവിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൃപാസനം എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഗ്രേസ് ഓഫ് സീറ്റ്, കൃപയുടെ ഇരിപ്പിടം, കൃപയുടെ സ്ഥാനം. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം വസിച്ചിരുന്ന ഒരു സ്ഥലമായി, ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലമായി, ആലയത്തിൻ്റെ ഉള്ളിൽ അതിപരിശുദ്ധമായ സ്ഥലത്ത് പെട്ടകത്തിൻ്റെ മുകളിലായി കൃപാസനം എന്ന നിലയിൽ
ദൈവ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ആ സ്ഥലത്തേക്ക് ചെല്ലുവാനായി അനുവാദമുള്ളത് മഹാപുരോഹിതന് മാത്രമാണുള്ളത്. സാധാരണക്കാർക്കാർക്കും അങ്ങോട്ട് ചെല്ലുവാൻ കഴിയില്ല. അവരെല്ലാവരും പ്രാകാരത്തിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് ചെന്ന് ആ കൃപാസനത്തിനടുത്ത് ചെന്ന ദൈവ സാന്നിധ്യം അവൻ കണ്ട് ജനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച് മടങ്ങി വരുന്ന ഒരു മഹാപുരുഷനുണ്ട്. അതായിരുന്നു പഴയ നിയമഭക്തന്മാരുടെ ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പഴയ നിയമഭക്തന്മാർക്ക് ആലയത്തിനുള്ളിൽ കൃപാസനത്തിൽ കെരൂബുകളുടെ നടുവിൽ മാത്രം വസിച്ചിരുന്ന അല്ലെങ്കിൽ സാന്നിധ്യം അറിയിച്ചിരുന്ന ആ ദൈവ സാന്നിധ്യം മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നു. എങ്ങനെയെന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇഹലോകത്തിൽ മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ്റെ 33 തിരുവയസ്സിൽ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ അവൻ്റെ മരണസമയത്ത് സംഭവിച്ച വലിയൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, സുവിശേഷങ്ങൾ വായിക്കുന്നു. 6 മണി നേരമായപ്പോൾ ദേശത്ത് വലിയ ഇരുട്ടുണ്ടായി. ആ സന്ദർഭത്തിൽ ദൈവാലയത്തിലെ തിരശ്ശീല 2 മേൽ തൊട്ട് താഴെ വരെ കീറിപ്പോയി. യേശുക്രിസ്തു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അലറിക്കരഞ്ഞ് നിലവിളിച്ച് അവൻ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ മരിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. ദൈവാലയത്തിനുള്ളിൽ ഉണ്ടായിരുന്നതായ കൃപാസനത്തെ സാധാരണ ജനങ്ങളുമായി മറച്ചിരുന്നതായ ആ തിരശ്ശീല മുകൾ തൊണ്ട് 2 വരെ കീറിയിട്ട് കൃപാസനം എല്ലാവർക്കും കാണത്തക്കവണ്ണം മലർക്ക് തുറന്ന് നിന്ന ഒരു സന്ദർഭം. ഇതെന്താണ് കാണിക്കുന്നത്? ആലയത്തിൽ കെരൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തെ എല്ലാവർക്കും കാണുവാൻ, എല്ലാവർക്കും ദർശിക്കുവാൻ, എല്ലാവർക്കും മനസ്സിലാക്കുവാൻ, അവനെ അറിയുവാനുള്ള ഒരു അവസരമാണ് യേശുക്രിസ്തു മുഖാന്തരം അന്ന് ലഭിച്ചത്. ആ യേശുക്രിസ്തു മുഖാന്തരം സകലർക്കും ദൈവത്തെ കാണുവാൻ കഴിയുന്നു. ഇവിടെ വായിക്കുമ്പോൾ ആ യേശുക്രിസ്തു, അതായത് കൃപയാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്ത യേശുക്രിസ്തു അവൻ്റെ മരണത്തിലൂടെ എല്ലാവർക്കും ദൈവത്തെ കാണാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ വഴി തുറക്കുകയായിരുന്നു ചെയ്തത്. എബ്രായലേഖനം പറയുന്നത് യേശുക്രിസ്തു തൻ്റെ ജീവനുള്ള ശരീരം എന്ന തിരശ്ശീല ചീന്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു പുതുവഴി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുവാൻ, അതായത് കൃപാസനത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം നൽകി, ഭാഗ്യം നൽകി എന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ എന്നിലേക്ക് നിങ്ങളിലേക്ക് വന്നപ്പോൾ ദൈവത്തെ യഥാർത്ഥമായി ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യമാണ് ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയാണ്, ആ കർത്താവിൻ്റെ, അതായത് കൃപയുടെ ഇരിപ്പിടമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ്റെ സാന്നിധ്യം നിങ്ങളിൽ ഇരിക്കുമാറാകട്ടെ, നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ നിങ്ങളും എങ്ങനെ ഇരിക്കുന്നു? ഒരു പാപി മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിച്ച് ദൈവപുത്രനായ, അതായത് കൃപയാകുന്ന യേശുക്രിസ്തുവിനെ, ദൈവ നിവാസമായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വേളയിൽ അവൻ്റെ ഉള്ളത്തിലേക്ക് കൃപയാകുന്ന സാന്നിധ്യം, കൃപാസനം ദൈവം വയ്ക്കുന്നു. അവൻ്റെ ഉള്ളത്തിൽ, അവൻ്റെ ചെറിയ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ ദൈവം വസിക്കുന്നു. ആ കൃപ എന്നിലും നിങ്ങളിലും യേശുക്രിസ്തു മുഖാന്തരം വസിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൃപ എന്നിലും നിങ്ങളിലും വന്നു കഴിഞ്ഞാലോ എത്രയോ സന്തോഷപ്രദമായ കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കാം, ഈ കൃപ നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് സാധിച്ചത്? പൗലോസ് പറയുന്നത് ഇനിയാണ്, ഞാനൊരിക്കൽ രോഗിയായിരുന്നു, ഞാൻ ഭാരപ്പെട്ടു, നിലവിളിച്ചു,
ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ സങ്കടപ്പെട്ടു, എൻ്റെ രോഗത്തിന് മാറ്റം തരുവാൻ ഞാൻ ദൈവത്തിന് അപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്നിൽ ഞാൻ എൻ്റെ കൃപ നൽകിയിട്ടുണ്ട്, നിന്നിൽ ഞാൻ എൻ്റെ കൃപ നൽകിയിട്ടുണ്ട്, ആ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ രോഗം വന്നപ്പോൾ കൃപ കെടുത്തതല്ല. പ്രത്യേകത അതിനു മുമ്പേ നിന്നിൽ പകർന്നിരിക്കുന്ന അല്ലെങ്കിൽ നിന്നിൽ വസിക്കുന്ന കൃപാസനം എൻ്റേതാണ്, ഞാൻ നിന്നിൽ വസിക്കുന്നു, അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. പൗലോസ് പറയുന്നു, ആ കൃപ എന്നിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, എന്നിൽ ഉണ്ടെന്ന് അവനോട് പറഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, ഈ കൃപ എന്നിൽ വന്നത് മുഖാന്തരം ബലഹീനതയിൽ ഞാൻ ശക്തനായി മാറ്റപ്പെടുന്നു, ബലഹീനതയിൽ ഞാൻ ശക്തനായി മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് പൗലോസ് കാരാഗ്രഹത്തിനുള്ളിൽ കിടന്നപ്പോൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചത്. അവൻ്റെ വേദനകൾ മറക്കുവാൻ, അവൻ്റെ സങ്കടങ്ങൾ മറക്കുവാൻ, അവൻ്റെ ദുഃഖങ്ങൾ മറക്കുവാൻ, അവൻ്റെ മുറിവുകളുടെ അതിൻ്റെ സങ്കടങ്ങൾ മറക്കുവാൻ ഈ കൃപ ഉള്ളിലുകൊണ്ട് അവന് സാധിച്ചു. അതുകൊണ്ട് ദൈവകൃപ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശക്തി പകരുന്നതാണ്, ബലം പകരുന്നതാണ് എന്നുള്ളത് ഓർക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഏകനായി ഏകാന്തതയിൽ പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാനും ഈ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചപ്പോൾ, ദൈവ സാന്നിധ്യം ലഭിച്ചപ്പോൾ, ദൈവത്തിൻ്റെ അളവറ്റ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവന് ദുഃഖങ്ങളൊക്കെ മാറുവാൻ കഴിഞ്ഞു. അവൻ സന്തോഷവാനായി തീർന്നു. പത്രോസിന് ചോദിക്കാം, പത്രോസ് പറയും, എങ്ങനെയാണ് നീ ഈ ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെട്ടത്? അവൻ പറയും, ഞാൻ കാരാഗ്രഹത്തിനുള്ളിൽ കിടന്നപ്പോൾ എനിക്ക് ഒരിക്കലും വിടുതൽ ലഭിക്കില്ല എന്ന് വിചാരിച്ച് ഞാനവിടെ കിടന്നപ്പോൾ, ഇനി മരണം മാത്രം മുന്നിൽ കിടന്നപ്പോൾ ദൈവം എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എൻ്റെ കരം പിടിച്ചിട്ട് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നു. ആ കാവൽക്കാരെയൊക്കെ മറന്ന് അതിനപ്പുറത്തേക്ക് 5-ാം കാവലും കടന്ന് വെളിയിലേക്ക് വരത്തക്കവണ്ണം ദൈവം എന്നെ കൊണ്ടുവന്ന് ജീവനുള്ളവനാക്കി പിന്നെയും നിർത്തി എന്ന് പറയുമ്പോൾ ഈ ദൈവ സാന്നിധ്യമാകുന്ന കൃപ എന്നിലും നിങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും തകരാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ദൈവ സാന്നിധ്യമാണ് ദൈവ കൃപ എന്ന് പറയുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ ഭക്തൻ്റെയും ഉള്ളിൽ ആ ദൈവത്തിൻ്റെ കൃപയുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കൃപയുള്ളവൻ, ദൈവകൃപയുള്ളവൻ, ദൈവ സാന്നിധ്യമുള്ളവൻ, ദൈവത്തിൻ്റെ കരുണയുള്ളവന് ഭാരപ്പെടാതെ സങ്കടപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയും. അവന് നിരാശയോ ദുഃഖമോ അവനുണ്ടാകുകയില്ല. ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും അവൻ്റെ മനസ്സിനെ മതിക്കുന്ന, വിഷമിപ്പിക്കുന്ന, ആശ നശിച്ചു പോകുന്ന ഏത് പ്രശ്നമാകട്ടെ, വേർപാടാകട്ടെ, കഷ്ടതയാകട്ടെ, രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, എന്ത് വന്നാലും അതിനെ മേൽ വിജയം പ്രാപിക്കുവാൻ, ആ ബലഹീനതയിൽ ശക്തി പകരുവാൻ ഈ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കഴിയുമെന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. പൗലോസ് പറയുന്നു, ആ കൃപ നിങ്ങളിൽ ഇരിക്കുമാറാകട്ടെ എന്ന് വായിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നിൽ ഈ ദൈവത്തിൻ്റെ കൃപയുണ്ടോ? ഈ സാന്നിധ്യമുണ്ടോ? ഈ ദൈവത്തിൻ്റെ അളവറ്റ സാന്നിധ്യം നിന്റെ മേലുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെട്ട കാര്യമില്ല. ദൈവം നിന്നെ നടത്തും എന്നുള്ളത് സത്യമായ കാര്യമാണ്. മറ്റൊരു കാര്യം പറയുന്നത്, കൃപ കൂടാതെ സമാധാനവും ഉണ്ടാകട്ടെ. എവിടെയാണ് സമാധാനം? ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ സമാധാനമില്ലാതെ നെട്ടോട്ടമിടുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെയാണ് കാണുന്നത്. സാമ്പത്തികമായി ഭദ്രതയില്ലാതെ സമ്പത്തിന് വേണ്ടി ഓട്ടമോടുന്ന ഒരു കൂട്ടം ആളുകൾ, ജോലിക്ക് വേണ്ടി ഓട്ടമോടുന്ന ആളുകൾ. മറ്റൊരു കൂട്ടർ നിരാശരായി ദുഃഖമുള്ളവരായി അതിനെ മറയ്ക്കുവാനായിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ആശ്രയിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകൾ. ഒരു കൂട്ടം ആളുകൾ നിരാശരായി തീർന്നിട്ട് മുൻപിലുള്ള വഴി അടഞ്ഞു എന്ന് വിചാരിച്ച് അവർ ആത്മഹത്യ ചെയ്ത് അവർ ആ നിലയിൽ പോകുന്ന ആളുകളുമുണ്ട്. കരഞ്ഞ് നിലവിളിച്ചും സങ്കടപ്പെട്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, ദൈവത്തെ കുറ്റം പറഞ്ഞും ദൈവമില്ല എന്നും പറഞ്ഞ് ജീവിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകളെയും കാണുന്നുണ്ട്. എന്നാൽ സമാധാനം ലഭിക്കുവാൻ മറ്റെങ്കും പോകേണ്ട ആവശ്യമില്ല. ദൈവകൃപ നിങ്ങളിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ, സമാധാനത്തിൻ്റെ ദായകനായ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ് വിശേഷമായ ദൈവിക സമാധാനം ഉള്ളിൽ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ആ കൃപയിൽ ആശ്രയിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഹൃദയത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ സമാധാനമില്ലാത്തവരായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, സമാധാനത്തിൻ്റെ ദായകൻ യേശു ക്രിസ്തു മാത്രമാണ്. അധ്വാനിക്കുന്നതിലും ഭാരം ചുമക്കുന്നതിലുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിനക്ക് സമാധാനം നൽകി
ആശ്വാസം പകരുവാൻ മതിയായവനാണ്. ഈ ദൈവം നിന്റെ സമീപത്തിനുണ്ട്. അതിന് നീ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ കൃപയ്ക്ക് വേണ്ടി നീ ദൂരെയെങ്ങും പോകേണ്ട ആവശ്യമില്ല. അവൻ നിന്റെ സമീപത്തായിട്ടുണ്ട്. കൃപ തരുവാൻ, ശക്തി തരുവാൻ, സമാധാനം നൽകുവാൻ നിന്റെ സമീപത്തായിട്ട് അവൻ കൂടെയുണ്ട്. നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് ആ കർത്താവായ യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി ഇന്നും ജീവിക്കുന്നു. അവൻ എല്ലാവർക്കും സമാധാനം നൽകും മതിയാവനാണ്. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിന്റെ ഹൃദയം അവന് വേണ്ടി വിട്ടുകൊടുക്കുക. നിന്റെ മനസ്സവന് വേണ്ടി വിട്ടുകൊടുക്കുക. നിന്റെ പാപത്തെ വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ നിശ്ചയമായും ഈ ദൈവ സാന്നിധ്യം കൊണ്ട് നിന്നെ നിറയ്ക്കും. നിന്റെ ഉള്ളത്തിൽ അവൻ വസിക്കും. നിന്റെ ഹൃദയത്തിൽ അവൻ കൃപ പകരും. അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചിട്ട് നിന്റെ ദുഃഖങ്ങളെ അകറ്റി, വേദനകളെ അകറ്റി, ഭാരങ്ങളെ അകറ്റി, ആശങ്കകളെ അകറ്റി, നിരാശകളെ മാറ്റി നിനക്ക് സമാധാനം നൽകി നിന്നെ സന്തോഷിപ്പിക്കുകയും ആനന്ദം കൊണ്ട് നിറച്ച് പ്രത്യാശയുള്ളവനാക്കി തീർത്തിട്ട് മുന്നോട്ട് ജീവിപ്പാൻ ആവശ്യமான ദൈവകൃപ നൽകുകയും ചെയ്യുന്നതിനാണ് ഈ ദൈവം. ആ ദൈവത്തിൽ നീ ആശ്രയിക്കുക. ഈ ദൈവത്തിൽ നീ ചാരുക. നിന്റെ ഹൃദയവന് വേണ്ടി വിട്ടുകൊടുക്കുക. നീ അവൻ്റെ മുമ്പിലേക്ക് കടന്നു വരിക. ദൂരെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നീ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. അവൻ നിന്റെ സമീപത്തായിട്ടുണ്ട്. അവൻ നിന്റെ അരികിലുണ്ട്. അവൻ നിന്റെ ഹൃദയവാതിക്കലുണ്ട്. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഹൃദയം തുറന്ന്, യേശുവേ, കർത്താവേ, ഞാൻ ഒരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റു ജീവിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ എൻ്റെ കർത്താവായി, എൻ്റെ നാഥനായി, എൻ്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്ന അതേ മാത്രയിൽ അവൻ നിന്റെ ഹൃദയത്തിൽ കൃപ ചൊരിയും. ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ നിന്റെ ഹൃദയത്തിൽ വാസം ചെയ്യും. നിന്റെ ഹൃദയത്തിനുള്ളിൽ അവൻ കൃപാസനം വയ്ക്കും. അവൻ്റെ ഇരിപ്പിടം വയ്ക്കും. നിന്റെ ഉള്ളത്തിൻ്റെ നടുവിൽ അവൻ വസിക്കും. നിശ്ചയമായ കാര്യമാണ്. അവൻ ആ കൃപയാൽ നിന്റെ ഉള്ളത്തിൽ കൃപാസനം വെച്ച് നിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നിന്റെ അല്ലൽ മാറും, ദുഃഖം മാറും, വേദന മാറും, സങ്കടം മാറും. നീ ഹൃദയത്തിൽ പ്രത്യാശയുള്ളവനായി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നീ തയ്യാറാകും. സഹോദര, ഈ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയം കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ മനസ്സ് തുറന്ന് മനസ്താപത്തോടെ പാപത്തോട് യാത്ര പറഞ്ഞ്, ലോകത്തിൻ്റെ സുഖങ്ങളോട് യാത്ര പറഞ്ഞ്, ഇഹലോക ഇമ്പങ്ങളോട് യാത്ര പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ നിശ്ചയമായും നിന്നെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ ഈ കൃപയും സമാധാനവും അനുഭവിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളൊക്കെ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മുഖം നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. അതുകൊണ്ട് കർത്താവേ, നീ എന്നെ കാണണമേ, നിന്റെ മുഖം എനിക്ക് മറയ്ക്കാതെ എനിക്ക് ആ ദർശനം തരണമേ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടുള്ള ഒരു ജീവിതയാത്ര നയിപ്പാൻ തുക്കണം. ഓരോരുത്തർക്കും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ട് ഇപ്പോൾ മനോഹരമായ ഒരു ഗാനം കൊണ്ട് ശ്രമിക്കാം. കർത്താവിൻ്റെ നാമം ഈ ആലോചനകളാൽ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
ദൈവത്തിൻ്റെ മഹത്വം ഈ രാത്രിയിൽ ദൈവ സാന്നിധ്യം കൊണ്ടും ദൈവകൃപ കൊണ്ടും നമ്മെ നിറച്ച് അവൻ്റെ സമാധാനം മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച സഹോദരൻ ആശിഷ് രാജൻ, സഹോദരി അൻസി രാജൻ എന്നിവർക്കും പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ സഹോദരൻ ബെനറ്റ് ജോണിനും ക്യാമറ ഓപ്പറേറ്റ് ചെയ്തതായ സുനിൽ കൊട്ടാരയ്ക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് കലാകാരന്മാരുടെ ഒരു സമ്മേളനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കർത്താവിൻ്റെ സ്നേഹത്താൽ ഒന്നിക്കപ്പെട്ട സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് അവരുടെ കഴിവുകൾ ദൈവത്തിൻ്റെ നാമത്തിനായി ഉപയോഗിച്ച ഒരു രാത്രിയായി തീർന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് എവർക്കും അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാം വചനത്തിൽ കേട്ടതുപോലെയും ഗാനങ്ങൾ കൂടെ കേട്ടതുപോലെയും ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവനായി തീരുവാൻ ഇടയാകട്ടെ. അതിനായി നിങ്ങൾ ഹൃദയങ്ങളെ ഒരുക്കുക, ഹൃദയങ്ങളെ താഴ്ത്തുക, പാപത്തെ വിട്ടൊഴിയുക, പാപ സ്വഭാവങ്ങളെ വിട്ടൊഴിയുക, ദൈവത്തിനായി നിങ്ങളതിനെ ഏൽപ്പിക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിൽ നിറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ മാനിക്കുവാൻ, ബഹുമാനിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവർക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് എല്ലാവർക്കും കൃപ നൽകി മാനിക്കട്ടെ. ഒരു നിമിഷം തലകളെ ഉണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് ആകയാൽ സ്തോത്രം. ഞങ്ങളുടെ കഴിവുകളോ ഞങ്ങളുടെ സ്ഥാനങ്ങളോ ഞങ്ങളുടെ മഹിമയോ ഒന്നും നോക്കാതെ ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ മഹാസ്നേഹത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ തണുപ്പിലേക്ക് ഇറങ്ങി വന്ന് അങ്ങ് ഞങ്ങളിൽ വസിക്കുവാൻ തക്കണം തയ്യാറായതിനായി സ്തോത്രം. ഞങ്ങളതിന് യോഗ്യരല്ലായിരുന്നു, ഞങ്ങൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു, അറയ്ക്കപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ ദൂരെ പോയവരായിരുന്നു, ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോയവരായിരുന്നു. എന്നാൽ ഞങ്ങളെ തേടി വന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. അവിടെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാനായി ഉള്ളതിനായി സ്തുതിക്കുന്നു. കർത്താവെ, കാലാകാലങ്ങളെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം. ജീവിതത്തിൽ സമാധാനമില്ലാതെ നട്ടത്തിൽ ഞങ്ങൾക്ക് ഉള്ളിൽ സമാധാനവും സന്തോഷവും ശാന്തതയും തന്ന് ഞങ്ങളെ സമാധാനിപ്പിച്ച് അവിടുത്തെ മഹാദയക്കായി സ്തോത്രം, പ്രത്യാശയുടെ നിർത്തനായി സ്തോത്രം. നാളെക്കുറിച്ചുള്ള ചിന്ത കൂടാതെ കർത്താവെ ദൈവത്തിൽ ആശ്രയിപ്പാൻ അടിയങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ രാത്രി കേട്ട സന്ദേശങ്ങളും ഗാനങ്ങളും കർത്താവെ ഇത് കേട്ട പ്രിയപ്പെട്ടവർക്ക് ആശ്വാസന കാരണമായി തീരുവാൻ സഹായിക്കണമേ. അവർ ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കണമേ. ശുശ്രൂഷയുടെ മാനത്തിനായി സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുവാനും ഉപകരണം വായിപ്പാനും മറ്റ് ശുശ്രൂഷ ചെയ്യുവാനും ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അവിടുത്തെ നാമത്തെ ഇതിലൂടെ മഹത്വപ്പെടുത്തി കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ പിരിയട്ടെ. കൃപ കൂടെ ഇരിക്കണമേ. കർത്താവിൻ്റെ സ്ഥാനത്ത് നിറയ്ക്കണമേ. തുടർന്നും ഒരുമിച്ച് കുടുംബരെയും കൃപയിൽ സൂക്ഷിക്കണമേ. എല്ലാ മഹത്വവും മാനവും സ്തുതിയും പുകഴ്ചയും അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ കൂട്ടായ്മയും വിശ്വാസം കാവലും നാം ഏവരോടും പ്രാർത്ഥന എല്ലാ വിഷയങ്ങളോടും ഭൂലോകമെമ്പാടും കർത്താവിനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും എന്നേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.